അവിഹിതം നമ്മളൊക്കെ കേട്ട് പഴകിയൊരു പേരാണ്. ഇന്ന് ഞാൻ ആ അവിഹിതത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, ആർക്കാണ് ഇത്ര വലിയ അവിഹിതം, അതെനിക്കാണോ എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോൾ പൊട്ടിമുളയ്ക്കും. ഒരുപാട് ചിരിക്കുകയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ഒരുപാട് സങ്കടപ്പെടുത്തുകയും ചെയ്ത എൻ്റെ ലൈഫിലുണ്ടായ ഒരു അവിഹിത കഥയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും അത് എന്നെന്തോ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന്. എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഈ അവിഹിതത്തെക്കുറിച്ച് അല്ലെ ഈ അവിഹിത ലേഡി ആരാണ് എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു മണിക്കൂർ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു, ഒരുപാട് സങ്കടപ്പെട്ടു, ഒരുപാട് ചിരിച്ചു. അങ്ങനെ എൻ്റെ ലൈഫിലൊരു മണിക്കൂർ എങ്ങനെയാ പോയത് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ അവിഹിത കഥ ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നും ചിരിക്കുന്നുണ്ടെന്നും ഒന്നുള്ളത് ഈ അവിഹിതം പറയുന്ന ആളറിയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ അരുണിൻ്റെ കൂടെ ബസ്സിൽ കോഴിക്കോടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ച് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഞാൻ പൊതുവേ ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കാറ്. ഫ്രണ്ടിൽ ഇരിക്കുന്നത് മറ്റൊന്നുമല്ല, സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വേഗം ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാറിലാണെങ്കിലും ബാക്ക് സീറ്റിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് തന്നെ ഒരു ലേഡി ഇരുന്നതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് 2 സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന സമയത്ത് ഏതോ ഒരു പാസഞ്ചർ, ആ ചേച്ചി ഏതാണെന്ന് എനിക്കറിയില്ല, എവിടെ ഉള്ളതാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ പേരറിയില്ല. ഞാൻ 1-2 പ്രാവശ്യം അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട്. ആ മുഖത്തേക്ക് നോക്കിയത് എന്തുകൊണ്ടാണെന്നുള്ളതും ഈ കഥയിലൂടെ ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ ഇരിക്കെ ബസ്സെടുത്ത് കഴിഞ്ഞ സമയത്ത് ആരോ ഒരാളെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ അവരോട് പറയുന്നു, കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല, ഞാൻ സൈഡിലല്ല തൊട്ടപ്പുറത്തെ സീറ്റിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളെ അടുത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലതായിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ആദ്യം ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കിത് ഒരു അത്ഭുതമായിട്ട് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവരിത് ആരോടാ പറയുന്നത്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സിന്ദൂരം തൊട്ടൊരു സ്ത്രീ, ജോലി കഴിഞ്ഞ് വരുന്നൊരു സ്ത്രീ. അങ്ങനെ ഇരിക്കെ ബിവറേജിൻ്റെ അടുത്തെത്തിയ സമയത്ത് ഒരു പയ്യൻ കൈകൊണ്ട് ഹായ്. ഞാൻ വിചാരിച്ചു കാണാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പയ്യനെ ഒന്ന് നോക്കി. പയ്യൻ്റെ ഭാര്യയല്ല ഏതായാലും. ഈ സ്ത്രീക്ക് കുറച്ച് ഏജ് ഉണ്ട്, അതൊരു ചെറിയൊരു പയ്യന്. അത് അവിഹിതമാണ് എന്ന് നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റിയില്ല കേട്ടോ. കഥയിലേക്ക് വരാം. അങ്ങനെ അവനോട് ഹായ് പറഞ്ഞു. അപ്പം ഓപ്പോസിറ്റുള്ള ആളെയും ഞാൻ കണ്ടു, സംസാരിക്കുന്ന ആളെയും ഞാൻ കണ്ടു. കോഴിക്കോട് നിന്ന് ബസ് എടുത്തത് തൊട്ട് ആ സ്ത്രീ ഇറങ്ങിയ സ്ഥലം ഞാൻ പറയുന്നില്ല, ആ സ്ഥലം വരെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് മുഴുവനും ഞാൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ ഓപ്ഷനില്ല, മിണ്ടാതിരിക്കുക ചേച്ചി എന്ന് പറയാൻ ഒഴിവില്ല, ചെവി പൊത്തിയിരിക്കാൻ എനിക്ക് ഒഴിവില്ല. അപ്പോൾ കേട്ടിരിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് കേട്ടതാണ്, അല്ലാതെ ഒളിഞ്ഞു കേൾക്കുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. അങ്ങനെ പ്രാരാബ്ധത്തിൻ്റെ കുറേ കെട്ടുകൾ ആ പയ്യനോട് പറയുന്നുണ്ട്. അതിലെനിക്ക് ആദ്യം വിഷമം തോന്നിയത് എന്താണെന്നറിയോ? സ്വന്തം ഭർത്താവിനെ ചതിക്കുകയാണ് ആ സ്ത്രീ. എന്നാൽ പോലും സ്വന്തം ഭർത്താവിൻ്റെ അടുത്തും തെറ്റുണ്ട് എന്നെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? അവനോട് പറയുന്നൊരു വാക്കുണ്ട്, രാവിലെ എങ്ങാണ്ട് ഞാൻ പോകുന്നതാണ്, ഇത്രയും സമയം നിൽക്കുകയാണ്, വൈകുന്നേരം വരെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഏതോ ഷോപ്പിലെ സെയിൽസ് ഗേളാണ് എന്നുള്ളത്. ഇനി അവിടെ പോയിട്ട് ചോറും കറിയും വെച്ചിട്ട് വേണം അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ. അത് മനസ്സിന് വല്ലാതെ അങ്ങ് കൊണ്ടുപോയി. എന്താ പറയുക, അത് കാമുകനോടായി, അതിനിപ്പോൾ ഫ്രണ്ടായിരിക്കും, ആരോടാണെങ്കിലും പറയുന്ന ആ ഒരു വിഷമമുണ്ടല്ലോ, അത് തുറന്ന് പറയാനൊരാളുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞാനും ചിന്തിച്ചു, രാവിലെ വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് ബസ്സിൽ
തൂങ്ങിപ്പിടിച്ച് ജോലി സ്ഥലത്തെത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് എന്നതിന് ശേഷം തിരിച്ചതേപോലെ ബസ്സിൽ കഷ്ടപ്പെട്ട് വീട്ടിലെത്തി ആഹാരം ഉണ്ടാക്കി അവർക്കൊക്കെ കൊടുത്ത് എന്നതിന് ശേഷം കിടന്നുറങ്ങി പിന്നെയും രാവിലെ ഇത് റിപ്പീറ്റ് ചെയ്യുക. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. പിന്നെ ആ ഒരു കാര്യം ഞാനിങ്ങനെ മനസ്സിലിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഫീലായിപ്പോയൊരു കാര്യമാണ്. അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോകുന്നില്ലേ ഇതുവരെ എന്ന് ചോദിച്ചു. ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. എന്നാൽ എനിക്ക് ബസ് കിട്ടിയോന്ന് അയാൾ വിളിച്ച് ചോദിച്ചില്ല. അയാൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഫീലാവുക. പാവം, ആ പയ്യൻ്റെ അടുത്തെങ്കിലും ആ സ്ത്രീക്ക് പറഞ്ഞിരിക്കാൻ ഒരാളുണ്ടല്ലോ. ആ പയ്യൻ എന്ത് മറുപടി പറയുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പയ്യൻ അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെ ആ സ്ത്രീക്ക് അതൊക്കെ പറയുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇതില്ലേ ചിരിച്ചത് എവിടെയാണെന്നറിയോ? അയ്യോടാ, എൻ്റെ ഇന്നത്തെ നെറ്റ് കഴിഞ്ഞു. ഞാൻ എങ്ങനെയാണ് നിന്നെ രാത്രി വിളിക്കുക? അപ്പോൾ ആ പയ്യൻ ചോദിച്ചിട്ടുണ്ടാവും എപ്പം എന്നങ്ങാൻ. ഞാൻ 10 മണിക്ക് വിളിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വിചാരിച്ചു 11 മണിയാവുക, അല്ല 11 മണിക്ക് വിളിക്കാമെന്ന്. അപ്പോഴല്ലേ മനസ്സിലായി എൻ്റെ നെറ്റ് കഴിഞ്ഞു എന്ന്. ഞാൻ എങ്ങനെയാണ് നിന്നെ രാത്രി കാണുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ഇത് അവിഹിതമാണ്, അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് അല്ലാന്ന്. എനിക്കിങ്ങനെ ചിരി വരിക. ഞാൻ ചോദിക്കുകയും ചേച്ചി 1 GB ഞാൻ കയറ്റി തരണോന്ന്. ഒരു എൻ്റർടൈൻമെൻറ്റ് ആ ചേച്ചിക്ക് ഈ ഒരു എന്താ പറയുക ഫ്രസ്ട്രേഷൻ്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ ആയിരിക്കാം, മേ ബി, എനിക്കറിയില്ല. അങ്ങനെ അത് കേട്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു പോയിട്ടോ. ഞാൻ ആ ചേച്ചിയുടെ മുഖത്ത് ഒന്ന് നോക്കിപ്പോയി. ആ പയ്യനെ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പാണ് യുവരാജിൻ്റെ മുമ്പ് ആ പയ്യൻ ഹായ് എന്ന് കാണിച്ചത്, ആ ചേച്ചി കണ്ടത്. അയ്യോടാ, ഞാൻ ഇന്ന് എങ്ങനെയാണ് നിന്നെ ഒന്ന് കാണുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, അല്ലതുള്ള ചീരി നിങ്ങളല്ലേ കുറച്ച് മുമ്പാണ് ആ പയ്യനെ കണ്ടത്. ഇനി അതിന് വേറെ എന്തോ കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിഹിതമല്ലേ, എന്തുമാവല്ലേ എനിക്കറിയില്ല. അത് ഫ്രണ്ട്ഷിപ്പാണോ അവിഹിതമാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഓരോരോ ചെലവിൻ്റെയും വരവിൻ്റെയും ഒക്കെ കണക്ക് പറയുന്നുണ്ട്. എനിക്കാരും തരാനില്ല, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എന്നെ വേണം കിട്ടാൻ. എന്നോടാരും ചായ കുടിച്ചോ എന്ന് ചോദിക്കാനില്ല, ചോറ് തിന്നോ എന്ന് ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പം വിഷമം തോന്നും. അതിനുള്ളിൽ കൂടിയ രസകരമായിട്ടുള്ള അവരുടെ ശൃംഗാര കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഫോൺ കോള് ഒരുപാട് എന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും എന്താ പറയുക ഒക്കെ ചെയ്തൊരു ഫോൺ കോളാണ്. ആ ചേച്ചിക്കൊരു സമാധാനം. പക്ഷേ ആ ചേച്ചിയുടെ ഭർത്താവിനെ കുറ്റം പറയുന്നത് ഓക്കെ, അവിഹിതം വന്നാൽ ഏതൊരു ഭർത്താക്കന്മാർക്കും കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയട്ടെ, ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുകയാണ്, ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കുക. അപ്പോൾ അയാൾ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എത്ര ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു. ആ കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചേച്ചിനെക്കാട്ടിലും ഒരു 6 വയസ്സിന് താഴ്ന്നൊരു പയ്യനോടാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫ്രണ്ട്ഷിപ്പാണെന്ന് വിചാരിക്കാം, അവിഹിതമാണെന്ന് വിചാരിക്കാം, പലതും വിചാരിക്കാം. പക്ഷേ ചില ടോക്കിൽ അത് ഫ്രണ്ട്ഷിപ്പായിരിക്കും എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും. പക്ഷെ ചില ടോക്കിൽ ആ സ്ത്രീൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ബുദ്ധിയും ബോധമുള്ള ആൾക്ക് മനസ്സിലാവും അത് ഫ്രണ്ട്ഷിപ്പല്ല, അത് മറ്റെന്തൊക്കെയോ ആണ്. നീ ഒരു വാക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ നാളെ ലീവ് എടുക്കൂലായിരുന്നോ, എന്നിട്ട് വൈകുന്നേരം എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് പോയാൽ പോരായിരുന്നോ, ആരും അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം അതൊരിക്കലും ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പം അതൊരിക്കലും ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പലരും ഇപ്പം എനിക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുന്നവരുണ്ടാവും, നിങ്ങളുടെ കണ്ണ് മഞ്ഞ കളറായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചിലവരുടെ ടോക്ക് കേൾക്കുമ്പം നമുക്ക് ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നും, ചില ടോക്ക് കേൾക്കുമ്പോൾ അവിഹിതമാണെന്ന് തോന്നും,
ചില ടോക്ക് കേൾക്കുന്ന സമയത്ത് ഒരു ബ്രദറിനെ പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഏതായാലും വീട്ടിലറിയാതെ ഞാൻ വരൂലായിരുന്നു എന്നൊക്കെ ചോദിച്ച സമയത്ത് ഫ്രണ്ടിൻ്റെ അടുത്ത് എന്തായാലും വീട്ടിൽ പറയാതെ പോകേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളിൽ എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളാണ് പോരാറ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പറയാതെ പോവാം ഇതുവരെ പോയിട്ടുമില്ല. ഇനി എന്തൊരു വിഷയം, ഇനിയിപ്പം എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന സമയത്താണെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു പോവാറ്. അതൊക്കെ എന്ന് വെച്ചാൽ അതാണ് സൗഹൃദം. ആരും ഒളിച്ചും പാത്തും വെക്കുന്നതല്ല സൗഹൃദം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം എനിക്ക് ഈ ഒരു സ്ത്രീയുടെ ഒരു മണിക്കൂർ ടോക്ക് കേട്ടപ്പം ഒരുപാട് ഞാൻ ചിന്തിച്ചു പോയി. ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു പോയി, അവളുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു പോയി, കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു പോയി, ആ ഫോൺ ചെയ്ത ആ പയ്യൻ്റെ വീട്ടിൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന്, ആ പയ്യൻ്റെ ഭാഗത്തു നിന്നൊക്കെ പല 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 ഭാഗങ്ങളിൽ നിന്നും ചിന്തിച്ചു പോയി. എനിക്കെന്തോ മാനസികമായിട്ട് ഭയങ്കര ഇറിറ്റേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ബസ് നേരെ പമ്പിലേക്കാണ് കൊണ്ടുപോയി. അപ്പം ഞാൻ അരുണിനോട് തന്നെ ഇവിടെ വരെ അവിഹിത കഥയായിരുന്നു ഞാൻ കേട്ടത്. അപ്പം ഞാനങ്ങനെ പൊതുവെ അങ്ങനെ ഇരിക്കാറില്ല. ഞാൻ പറഞ്ഞില്ല, സൈഡ് സീറ്റിൽ മിക്കതും ഞാൻ ബസ് കയറി വെച്ചാൽ ബോണറ്റിൻ്റെ മുകളിലിരുന്ന് ഡ്രൈവറോട് വർത്തമാനം പറഞ്ഞിട്ട് പോവുക. കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വർത്തമാനം പറയാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോകണം അങ്ങനെ വലിയ കഥകൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പോവുകയല്ല. ഡ്രൈവറെ അടുത്ത് ഇരിക്കുക വെച്ചാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ബസ് പോകുന്ന സമയത്ത് നമ്മളടുത്ത് നമ്പർ ഉണ്ടെങ്കിൽ ഇന്ന ആളെ വിളിച്ച് നോക്ക്, ബസ് എവിടെ എത്തി അതൊന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അല്ല എന്തെങ്കിലും ചെറിയ ചെറിയ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ റോങ് ആയിട്ട് പോകുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുക എന്നല്ലാതെ വലിയ കഥകളായിട്ടൊന്നും സംസാരിച്ച് പോകാറില്ല. കാരണം ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ മാത്രമേ ചിന്ത ഉണ്ടാവാവൂ എന്നുണ്ട്. പക്ഷെ അതാരും പാലിക്കാറില്ല കേട്ടോ. വണ്ടി ഓടിക്കുന്നവന് എന്താ പറയുക, അനങ്ങാ ഭൂതം പോലെ ഒന്നും ചെയ്യാറില്ല. പക്ഷേ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഡ്രൈവർ തന്നെ തുറക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ കുത്തിരിഞ്ഞ് വർത്താനം പറഞ്ഞിട്ട് പോകുക, അവിടെ വരെ എന്താ പറയുക ഈ കഥകൾ പറഞ്ഞിട്ട് പോകുക, അങ്ങനെയല്ല. അല്ലേ ഫ്രണ്ടിലിരിക്കുക. അപ്പോൾ അങ്ങനെയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അവിഹിത കഥ കേട്ടത്. അപ്പം ഇതിലൊരുപാട് കാര്യങ്ങൾ ചിന്തിക്കപ്പെടേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. പലർക്കും അവിഹിതങ്ങളുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. ആരും പറയാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത കാര്യങ്ങളുമാണ് അതൊക്കെ. പക്ഷേ നിങ്ങളോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം മേ ബി നിങ്ങളൊരു അവിഹിതത്തിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾക്കൊന്ന് തുറന്ന് പറഞ്ഞു എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിക്കൂടെ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആ പാർട്ട്ണർ അങ്ങനെ പെരുമാറുകയും ചെയ്യുമായിരിക്കും. പിന്നെ നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിട്ട് പോകില്ലേ. ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി അവർക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് കിടക്കാനേ എന്ന് പറയുമ്പോൾ ആ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ ആ സ്ത്രീയെ ഒന്ന് സഹായിക്കാം. ആ കുടുംബം തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ അത്രയും കഷ്ടപ്പെടുന്നത്. ആ ഒരു വാക്ക് എനിക്ക് വല്ലാതെ ഫീലായിപ്പോയി. അത്രയും ടയേർഡായിട്ടുണ്ട് ആ സ്ത്രീ. അപ്പം അത്തരം കാര്യങ്ങൾ അത് ലേഡീസ് ആയാലും ജെൻസ് ആയാലും പാർട്ട്ണർമാരെ മനസ്സറിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി സ്നേഹിച്ച് ജീവിച്ചാൽ ഈ അവിഹിതം എന്ന് പറയുന്നത് ഒരുപാട് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു, ചേച്ചി ഞാൻ കയറ്റി തരണോ 1 GB നെറ്റ്, എങ്ങനെയാടാ ഞാൻ നിന്നെ രാത്രി കാണാതെ കിടക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നേ, എന്തോ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ജീവിതമാണ്, നമ്മളത് ഇടപെടേണ്ട ആവശ്യമില്ല. ഇടപെടാത്തത് കൊണ്ടാണ് ഞാൻ വ്യക്തിയുടെ പേരോ വ്യക്തി ഇറങ്ങിയ സ്ഥലമോ ഒന്നും പറയാതിരുന്നത്. ഏതല്ല വ്യക്തിനെ ഞാൻ കണ്ടാൽ അറിയും, നന്നായിട്ട് അറിയും. മരിച്ചവരെ ഞാൻ മറക്കില്ല ആ സ്ത്രീയെ. 2-3 പ്രാവശ്യം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കി പോയിട്ടുണ്ട്. ഒന്ന് ആ പയ്യനെ കണ്ട സമയത്ത് ആ പയ്യൻ്റെ ഏജും കാര്യങ്ങളൊക്കെ കണ്ടു, ഈ സ്ത്രീയും കണ്ടപ്പം ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത്, പിന്നെ മൂന്നാമത് വേറെ 1-2 കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കിപ്പോയതാണ്, മനഃപൂർവ്വം നോക്കിയതല്ല കേട്ടോ. ഏതായാലും ഇങ്ങനത്തെ ബന്ധത്തിലൊന്നും ആരും പോയി ഏർപ്പെടാതിരിക്കുക. നമ്മുടെ ലൈഫ് നമുക്ക് എന്താ പറയുക, സന്തോഷം തരുന്ന സമയത്ത്, പണമുള്ള സമയത്തൊക്കെ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്കൊരു വിഷമം വരുന്ന, ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. അതും കൂടി നമ്മളെപ്പോഴും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക വെച്ചാൽ
എന്ത് മനോഹരമായിരിക്കും എന്നറിയോ നമ്മുടെ ജീവിതം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജസ്റ്റ് സലീം ബൈ പറയുക. ഓക്കെ.